CR മഹേഷ് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ മഹേഷ്, താങ്കൾക്ക് എവിടെയാണ് പരിക്കേറ്റത്? നമ്മളങ്ങനെ ആവശ്യമില്ലാതെ പ്രശ്നത്തിന് പോകുന്നതല്ലല്ലോ. നമ്മൾ ഒരു മുൻകരുതലുമില്ല. കലാശക്കൊട്ടായിരുന്നു. പോലീസ് നേരത്തെ തീരുമാനിച്ചനുസരിച്ച് പോലീസ് ഞങ്ങളോട് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ പ്രവർത്തകർ, UDF പ്രവർത്തകർ സമാധാനപരമായി പ്രകടനം നടത്തി പോകുമ്പോൾ നമ്മുടെ പ്രകടനം ബ്ലോക്ക് ചെയ്ത് അവർ വാഹനം കുറുകെ വെച്ചു. അവിടെയാണ് സംഘർഷം തുടങ്ങുന്നത്. അപ്പോൾ പോലീസ് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പോലീസ് അവരെ നിയന്ത്രിക്കാനോ നേരത്തെ ഉള്ള ധാരണയനുസരിച്ച് നമുക്ക് കലാശക്കൊട്ട് നടത്താനുള്ള സൗകര്യം ചെയ്തു തരേണ്ട പോലീസ് നോക്കി നിന്നു. അപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഭയങ്കരമായ LDF പ്രവർത്തകർ മെറ്റിലും കരിങ്കല്ലും കമ്പിപ്പാലയും പാടിയും ഒക്കെ ആയിട്ട് വന്ന് നമ്മുടെ പ്രവർത്തകരെ മറിച്ചു. ആ കൂട്ടത്തിൽ വലിയ പാറക്കല്ല് വെച്ച് ഇറങ്ങി ആ ഏറിലാണ് എനിക്ക് പരിപ്പ് പറ്റിയത്. ഞങ്ങൾ ഒരുപാട് പേർ അവസാനം പോലീസും ഏകപക്ഷീയമായി അക്രമകാരികളെ അടിച്ചമർത്തേണ്ടതിന് പകരം പോലീസ് ഞങ്ങളുടെ പ്രവർത്തകരെ സമാധാനപരമായി പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചു, കണ്ണീർവാതകം പ്രയോഗിച്ചു. ഒരുപാട് പ്രവർത്തകർ, നിരവധി പ്രവർത്തകർ ആശുപത്രിയിലാണ്. എത്ര പ്രവർത്തകർക്കാണ്, എത്ര പരിക്കാണ്, ആശുപത്രിയുള്ള മുറിവാണോ എന്നൊക്കെ ഇപ്പോൾ വെളിവാകുന്നതേ ഉള്ളൂ. നമുക്ക് കൃത്യമായ ഒരു വിവരമില്ല. ഒരുപാട് പേരെ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മഹേഷ്, ഇപ്പോൾ അപ്പുറത്ത് നേതാക്കളാരും ഉണ്ടായിരുന്നില്ലേ? അണികൾ മാത്രമായിരുന്നോ, പ്രവർത്തകർ മാത്രമായിരുന്നോ? അപ്പുറത്ത് നേതാക്കന്മാരുണ്ടായിരുന്നു. നേതാക്കന്മാർ ഒരു പക്വത കാണിച്ചിരുന്നെങ്കിൽ ഈ സംഘർഷം ഉണ്ടായില്ലായിരുന്നു. ആളെയും കാണേണ്ട ആളുകളാണെന്നുള്ളൊരു വിചാരമില്ലാതെയാണ് സംഘർഷം ഉണ്ടാക്കിയത്. നമ്മുടെ വാഹനങ്ങളെല്ലാം ഉറഞ്ഞു തകർത്തു. ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു. സോഡാക്കുപ്പിയും കല്ലും കമ്പിപ്പാരയും ഒക്കെ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഈ അക്രമത്തിന് നേതൃത്വം നൽകിയവരെ കണ്ടാൽ അറിയുമോ? എനിക്ക് കണ്ടാലറിയാം, പക്ഷെ ആരാണെന്ന് നമുക്കറിയാം. കണ്ടാൽ അറിയാം. എനിക്ക് എവിടെ ഉള്ളവരെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് മിക്കവാറും ആളുകളെല്ലാം അറിയാവുന്നതുകൊണ്ട് കണ്ടാലറിയാം. 3 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതെ, പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പൊ പോലീസ് പക്ഷേ ഏകപക്ഷീയമായി നമ്മുടെ പ്രവർത്തകരെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അല്ല, ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നു. താങ്കൾ ഈ കല്ലേറ് കൊണ്ട് ഓടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഒത്തുതീർപ്പിന് സമാധാന ശ്രമങ്ങൾക്ക് പോകുമ്പോഴാണോ താങ്കൾക്ക് നേരെ കല്ലേറുണ്ടായത്? അതെ അതെ അതെ, ഞാൻ ആ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോഴാണ് കല്ല് മഴയെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ കല്ലുമഴ പെയ്യുകയായിരുന്നു. ഏതായാലും പരിക്ക് കുറച്ചാളുകളെ കൂടുതൽ പരിക്ക് പറ്റിയ ആളുകളെ മറ്റാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് നെഞ്ചത്ത് എക്സ്റേ എടുത്തു അതിന്റെ ഡോക്ടർ പരിശോധിക്കുക, നോക്കുക. എത്ര പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്? ഒരുപാട് പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര്. ഈ കല്ലേറ് മാത്രമല്ല എന്നാണോ? കല്ലേറും അടിയും സ്ത്രീകൾ ഉൾപ്പെടെ വനിതകൾ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കൊട്ടിക്കലാശം ശരിയായി നടന്നില്ലേ കരുനാഗപ്പള്ളിയിൽ? കൊട്ടിക്കലാശം കാരണം കരുനാഗപ്പള്ളിയില് അവർക്കൊരു വലിയ പാളിച്ച അവരുടെ പ്രവർത്തനത്തിലും പറ്റി. മാത്രമല്ല ജനാധിപത്യ വിശ്വാസികള് അവർക്കെതിരാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അപ്പൊ UDF അനുകൂലമായ ഒരു വലിയ തരംഗം ഉള്ളത് അവരെ ബേജാറാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അവര് അങ്കലാപ്പിലായി ഈ കലാശക്കൊട്ട് തകർക്കാൻ വളരെ ബോധപൂർവമായ ശ്രമം നടത്തി. ഇന്നലെ ഇവിടെ ഒരു വലിയ റോഡ് ഷോ, ആയിരക്കണക്കിന് ആളുകൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത UDF ഒരു വലിയ റോഡ് ഷോ നടന്നു. ക്രിക്കറ്റ് മുൻ ക്യാപ്റ്റൻ അസറുദ്ദീനായിരുന്നു ആ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഈ UDF പ്രവർത്തനം വളരെ ഗംഭീരമായി പോകുന്നതിലുള്ള അസ്വസ്ഥതയാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഇന്നത്തെ കലാശക്കൊട്ടിൽ വരുന്നവരെ ആക്രമിക്കാൻ തന്നെയായിരുന്നു അവരുടെ പദ്ധതി. ഏതായാലും പരിക്കേറ്റിരിക്കുന്നു കുറെ പ്രവർത്തകർക്ക് എന്നുള്ള കാര്യമാണ് താങ്കൾ പറഞ്ഞത്. വളരെ നന്ദി ശ്രീ മഹേഷ് ഇതിനിടയ്ക്ക് പ്രതികരിച്ചതിന്.